ഓക്കെ, നമുക്കിനി അടുത്തത് ഗ്രീനിച്ച് ടൈം എന്താന്ന് നോക്കാം. ദ 0 degree longitude ഈസ് നോൺ ആസ് എന്താ ഗ്രീനിച്ച് മെറിഡിയൻ. ഓക്കെ, 0 ഡിഗ്രി രേഖാംശത്തെയാണ് എന്ത് പറയുക, ഗ്രീനിച്ച് മെറിഡിയൻ. എങ്ങനെ അതിന് ഈ പേര് കിട്ടിയത്? ഇറ്റ് അക്വയർ ദിസ് നെയിം ഫ്രം ഗ്രീനിച്ച്, ദ പ്ലേസ് വേർ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി സിറ്റുവേറ്റഡ്. അതായത് റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററിൽ ഗ്രീനിച്ച് എന്നൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് നമുക്ക് എന്ത് കിട്ടിയത്, അതായത് ഗ്രീനിച്ച് എന്നൊരു പേര് ലഭിച്ചത്. ദ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ്, ലോകത്താകമാനം സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഗ്രീനിച്ച് ലൈനിൻ്റെ ബേസിസിലാണ് സമയം ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് എന്തൊന്നും പറയാം, ഇറ്റ്സ് കോൾഡ് പ്രൈം മെറിഡിയൻ. ഇതിന് എന്ത് പേരും കൂടിയും പറയാം, പ്രൈം മെറിഡിയൻ. ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ ഈസ് നോൺ ആസ് ഗ്രീൻവിച്ച് മീൻ ടൈം. അവിടുത്തെ പ്രാദേശിക സമയത്തെ നമുക്ക് എന്ത് പറയാം, യെസ് ഗ്രീനിച്ച് മീൻ ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഗ്രീനിച്ച് സമയം ഒന്നുകൂടെ നമുക്ക് നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖ എന്ത് പറയുന്നു എന്ന് പറഞ്ഞേ, യെസ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് എന്നുള്ളൊരു പേര് കിട്ടിയത്? ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ, ഗ്രീനിച്ചിലാണ്. അതുകൊണ്ടാണ് അതിന് ഗ്രീനിച്ച് എന്ന് പേര് വന്നത്. ഈ സ്ഥലത്തു കൂടി ഗ്രീനിച്ച് ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന് പേര് നൽകപ്പെട്ടത്. ഇനി നോക്കിക്കേ, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്ത് എവിടെയുമുള്ള സമയം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രീനിച്ച് ലൈനിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ഇത് നിർണ്ണയിക്കപ്പെടുന്നത്, അതായത് ലോക്കൽ പ്രാദേശിക സമയം നിർണ്ണയിക്കപ്പെടുന്നത് ഇതിൻ്റെ ബേസിസിലായതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്നും പറയാം, യെസ് പ്രൈം മെറിഡിയൻ എന്നുകൂടി പറയാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടൈം സോൺ എന്താന്ന് നോക്കാം. നോക്കി, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളാക്കി ലോകത്തെ തിരിച്ചിരിക്കുന്നു. നമുക്കറിയാം ഒരു ദിവസം 24 hours ഇൻ ബിറ്റ്വീൻ വൺ അവറാണ് ഡിഫറൻസ് എന്നൊക്കെ അറിയാം അല്ലേ. ഇതൊക്കെ ഏതിൻ്റെ ബേസിസിലാണ് തിരിച്ചിരിക്കുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ഗ്രീനിച്ച് ലൈന്. ഓക്കെ, ഈ ഇവയെ എന്ത് പറയുന്നു, സമയമേഖലകൾ അല്ലെങ്കിൽ ടൈം സോൺ എന്ന് അറിയപ്പെടുന്നു. നോക്കിയേ, based on the Greenwich meridian, world is based on Greenwich meridian. The world is divided into 24 zones. 24 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈച്ച് വിത്ത് ടൈം ഡിഫറൻസ് എത്രയായിരുന്നു, ഓരോ സോൺ തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാ, 1 hour ആണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുക, ഇറ്റ്സ് കോൾഡ് വാട്ട്, ടൈം സോൺ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് നോക്കാം. The local time would be different at each longitude. അതായത് പല ലോങ്റ്റിറ്റ്യൂഡിലും ലോക്കൽ ടൈം പ്രാദേശിക സമയം വ്യത്യാസപ്പെട്ടിരിക്കും. കാൽക്കുലേറ്റിംഗ് ദ ലോക്കൽ ടൈം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബേസ്ഡ് ഓൺ ദ longitude there, it would be create a lot of confusion. നോക്കിക്കേ, ലോക്കൽ ടൈം ഡിഫറെൻറ്റ് പ്ലേസ്, പല സ്ഥലത്തുള്ള പ്രാദേശിക സമയം എന്തിൻ്റെ ബേസിലാണ് ഡിറ്റർമൈൻ ചെയ്തത്, ഓൺ ദ ലോങ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് പലയിടത്തും പല സമയം അത് കൺഫ്യൂസിങ് ആയിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ലോക്കൽ ടൈം എങ്ങനെ കൺസിഡർ ചെയ്തു, അറ്റ് ദ ലോങ്റ്റിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ മിഡിൽ ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ലോങ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്തത്. ഇറ്റ് ഈസ് സെലക്റ്റഡ് ആസ്, ഈ ഒരു സമയത്തെയാണ് കോമൺ ടൈം ഫോർ ഹോൾ കൺട്രി, രാജ്യത്തെ ആകമാനം ഒരു കോമൺ സമയമായിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഈച്ച് കൺട്രി ഇൻ ദ വേൾഡ് കൺസിഡർ ദ ലോങ്റ്റ്യൂഡ് ദാറ്റ് പാസസ് ഓൾമോസ്റ്റ് ത്രൂ ഈസ് മിഡിൽ ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മോസ്റ്റ് ഓഫ് ദ കൺട്രിയും അങ്ങനെ തന്നെയാണ് മിഡിൽ ആസ് ദ അതായത് സെൻട്രലിലൂടെ, രാജ്യത്തിൻ്റെ സെൻട്രലിലൂടെ പോകുന്ന ലോങ്റ്റ്യൂഡിനെ ബേസ് ചെയ്താണ് ടൈം ഡിറ്റർമൈൻ ചെയ്തത്. അതുപോലെ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദ കൺട്രി. ആ സ്റ്റാൻഡേർഡ് മെറിഡിയനിലുള്ള പ്രാദേശിക സമയമാണ് ആ രാജ്യത്തെ എന്തായിട്ട് സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുത്തത്. നമുക്കൊന്നുകൂടെ നോക്കാം. സ്റ്റാൻഡേർഡ് സമയം ഓരോ രേഖാംശത്തിൻ്റെയും പ്രാദേശിക സമയത്തിൽ
വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ്, വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. അതായത് ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് ലോക്കൽ ടൈം ബേസ് ചെയ്തിട്ട് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയി. അപ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് ചെയ്തത്, രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ട് ഒരു കോമൺ ടൈമായിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളുണ്ടായിരുന്നു. രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങൾ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖയായി പരിഗണിക്കുകയും മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുമുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ എന്തെന്നുകൂടി വിളിക്കുന്നു, സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പരിഗണിച്ചു. ഓക്കെ. ഈ സ്റ്റാൻഡേർഡ് മെറീഡിയൻ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തതായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കാം. ദ ലോങ്റ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലോങ്റ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് നോർമലി എത്രയാ, 68 ഡിഗ്രി ടു 97 ഡിഗ്രി ആണ് അല്ലേ. ഇതിൻ്റെ ഇടയിൽ the 82 degree of east longitude which passes almost through the middle of this longitude has been fixed as the standard meridian of India. നോക്കിക്കേ, ഇന്ത്യൻ സമയം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഇതിനിടയിലായിട്ട് ഏകദേശം 82 Okay, one second. Okay, നോക്കിയേ, 82 and half ആണ്, ഹാഫ് ഡിഗ്രി. 82 and 1/2 ഡിഗ്രി. ഇതിനിടയിലുള്ള 82 and 1/2 ഡിഗ്രിയാണ് ഏകദേശം ഇവയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന. നമുക്കറിയാം എത്രയാ, 68 ഡിഗ്രി ടു 97 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവയുടെ മധ്യത്തിലായിട്ട് 82 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇന്ത്യയുടെ മാനവ രേഖാംശയായി കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്തായിട്ടൊരു പ്രോബ്ലം നോക്കാം കേട്ടോ. What will be the time in India? What will be the time in India when it is 12 noon at Greenwich? The longitudinal difference between India and Greenwich equal 82 degree 30 minutes തന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ എത്ര സമയം പറഞ്ഞിരിക്കുന്നത്, ഗ്രീനിച്ചിലെ ടൈം തന്നിട്ടുണ്ട് അല്ലേ, 12 noon ആണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്, അതായത് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാ, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഗ്രീനിച്ച് ടൈമിനേക്കാളും വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കുറയുകയും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കൂടുകയും ചെയ്യും അല്ലേ. അത് നമുക്ക് പ്രോബ്ലത്തേക്ക് വരിക. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ലോങ്റ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യ ആൻഡ് ഗ്രീനിച്ച് എത്രയാ, 80 ഡിഫറൻസ് എത്രയാ, ടൈം ഡിഫറൻസ് തന്നിരിക്കുന്നത്, ലോങ്റ്റ്യൂഡിനൽ ടൈം ഡിഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 82 ഡിഗ്രി 30 മിനിറ്റ്. ഗ്രീനിച്ചിലെ ടൈം ഡിഫറൻസ് നമുക്കറിയാം, ദാറ്റ് ഈസ് 0 ഡിഗ്രിയാണ് അല്ലേ. ഇനി നോക്കിക്കേ, ടൈം ഡിഫറൻസ് ഫോർ 15 ഡിഗ്രി ലോങ്റ്റ്യൂഡ് എത്രയാണ്, 1 hour. ഇത് പഠിച്ചിരിക്കണം, എങ്കിലേ പ്രോബ്ലത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. 15 ഡിഗ്രി ലോങ്റ്റ്യൂഡിൽ ടൈം ഡിഫറൻസ് എത്രയാ, 1 hour ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഡിഫറൻസ് ഫോർ 82 ഡിഗ്രി 30 ലോങ്റ്റ്യൂഡിൽ എത്രയായിരിക്കും സമയത്തിൻ്റെ വ്യത്യാസം നോക്കാം. എന്ത് ചെയ്താൽ മതി, ഇതിനെ 50 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 50 ഡിഗ്രിയിൽ
1 hour ആണ്. അപ്പോൾ 82 ഡിഗ്രിയിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ 15 ഡിഗ്രി. ഓക്കെ, 82 ഡിഗ്രി 30 മിനിറ്റ് ഡിവൈഡഡ് ബൈ ദറ്റ് ഈസ് 15 ഡിഗ്രി. അപ്പോൾ എത്രയാ? ദറ്റ് ഈസ് 5.5 hours അല്ലെങ്കിൽ 5 hour 30 minutes. ഓക്കെ, നമുക്കറിയാം ഗ്രീനിച്ച്. ഓക്കെ, നോക്കിയേ, ഇന്ത്യ എവിടെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ദ ഈസ്റ്റ് ഓഫ് ദ ഗ്രീനിച്ച്. ഗ്രീനിച്ചിൻ്റെ ഈസ്റ്റിലായിട്ടാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈം എപ്പോഴും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഗ്രീനിച്ചിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? ദ ടൈം ഇൻ ഇന്ത്യ വിൽ ബി 5 hours and 30 minutes ahead of Greenwich Mean Time. ഗ്രീനിച്ച് മീൻ ടൈമിനേക്കാളും 5.5 hour എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമുക്കറിയാം ഇന്ത്യയിലെ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? ടൈം അറ്റ് ഗ്രീനിച്ച് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 12 ആണ് അല്ലേ? ടൈം ഡിഫറൻസ് എത്രയായിരുന്നു? 5 hours. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 5 hours 30 minutes. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നോക്കിയേ 12 noon ആണ്. അപ്പോൾ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ? +5 ഡയറക്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് റെയിൽവേ ടൈമാണ് കിട്ടുന്നത് 17. അതർവൈസ് നമുക്ക് എങ്ങനെ 12 ആഫ്റ്റർ 1 2 3 4 5 5:30 ഉച്ച കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് എന്താണ്? ദറ്റ് ഈസ് PM. അപ്പോൾ ഇന്ത്യയുടെ സമയം അപ്പോൾ എത്രയായിരിക്കും? 5:30 PM ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ? 130. ജപ്പാനിലെ ഡിഗ്രി ഡിഫറൻസ് 135 ഡിഗ്രിയാണ്. വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടൈം തന്നിട്ടുണ്ട്. എത്രയാ? 11 PM. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ? ജപ്പാനിലെ സമയം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, ഇന്ത്യയിൽ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, ഓൾറെഡി അറിയാം ഇന്ത്യയിലെ ഗ്രീനിച്ച് ടൈം ഡിഫറൻസ് എത്രയാ? 82 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ജപ്പാൻ്റെ തന്നിട്ടുണ്ട്? 135 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലോങ്റ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് ഇന്ത്യ എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ പോരെ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് നമുക്ക് ലോങ്റ്റ്യൂഡിനൽ ഡിഫറൻസ് കിട്ടുമല്ലോ. അതായത് ജപ്പാൻ്റെ 135 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ ലോങ്റ്റ്യൂഡിനൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കറിയാം, 82 ഡിഗ്രി 30 മിനിറ്റ്. ഇവ 135 ഡിഗ്രി മൈനസ് 82 ഡിഗ്രി 30 മിനിറ്റ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലോങ്റ്റ്യൂഡിന് ഡിഫറൻസ് കിട്ടും. ദാറ്റ് ഈസ് 52 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ, ചെയ്ത് നോക്കണം. ദെൻ ടൈം ഡിഫറൻസ് ഫോർ 1 ലോങ്റ്റ്യൂഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 1 ഡിഗ്രി ലോങ്റ്റ്യൂഡിന് എത്ര ടൈം ഡിഫറൻസ് ആയിരുന്നു? 4 മിനിറ്റ് ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ഡിഫറൻസ്? ഇത് നമ്മൾ 52 ഡിഗ്രി 30 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ എത്രയാണ് നോക്കിയേ? 1 ഡിഗ്രിയിൽ 4 മിനിറ്റ്സ് ആണ്. ദ ടൈം ഡിഫറൻസ് ഓഫ് 52 ഡിഗ്രി 30 മിനിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 52 ഡിഗ്രി 30 മിനിറ്റ് ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ദറ്റ് ഈസ് 210 മിനിറ്റ്സ്. 210 മിനിറ്റ്സ് കിട്ടും. അതെങ്ങനെ അവേഴ്സ് കിട്ടും? മിനിറ്റിലും കൺവേർട്ട് ചെയ്യാൻ അറിയാലോ. എത്ര അവർ കിട്ടും? യെസ്, 3 hour. ദറ്റ് ഈസ് 30 മിനിറ്റ്സ് ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ജപ്പാൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ജപ്പാനും എവിടെയാണ്? ഈസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ്. ദ ടൈം ഇൻ ജപ്പാൻ വുഡ് ബി 3 hours and 30 minutes ahead of the time in ഇന്ത്യ. ഇന്ത്യയെക്കാളും എത്ര മണിക്കൂർ? യെസ്, 3.5 മണിക്കൂർ. നോക്കിക്കേ, ഇന്ത്യയുടെ ഈസ്റ്റിലാണ് ജപ്പാൻ. നമ്മൾ പഠിച്ചു ഈസ്റ്റിലേക്ക് പോകുന്തോറും ടൈം കൂടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ടൈം എത്രയായിരുന്നു? 11 ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കിട്ടിയത് എത്ര മണിക്കൂർ മുമ്പായിരിക്കും? 3 മണിക്കൂർ 30 മിനിറ്റ് മുമ്പായിരിക്കും, കൂടുതലായിരിക്കും ആരുടെ ടൈം? ജപ്പാൻ്റെ ടൈം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചത് ഒന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, സീസൺ ഏതൊക്കെ സീസൺസ് ഉണ്ടെന്ന് പഠിച്ചു. ഈ സീസണൽ ചേഞ്ചസിന് എന്താ കാരണം എന്നൊക്കെ പഠിച്ചു അല്ലേ? അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ടൈം, ഗ്രീനിച്ച് ലൈനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്നോടെ സമ്മപ്പ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീവൈൻഡ് അടിച്ച് കാണുക. ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ ഇത്രയും നോട്ട്സ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിന്റിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ?
അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.